നിങ്ങൾ എന്തിനാ അമ്മ ചിരിക്കുന്നത്? ഋതി ചേച്ചിയായിട്ട് മോളിടയ്ക്ക് വഴക്കിട്ട് പിണങ്ങിയിരിക്കാറില്ലേ? അതെ, ഫ്രിഡ്ജിൽ നിന്ന് എന്റെ ചോക്ലേറ്റ്സും ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോ ഞാൻ ചേച്ചിയോട് വഴക്കിടുമായിരുന്നു. ഇതും അത്രേ ഉള്ളൂ. എന്തോ നിസ്സാര കാര്യത്തിന് പിണങ്ങിയിരിക്കുക രണ്ടുപേരും. അയ്യേ, എന്റെ രാജോട്ടെ ഇത് കൊച്ചു കുട്ടികളെ പോലെ. വന്നല്ലോ കഥയിലെ നായകനും നായിക. നായകനോ? ആര്? അവനോ? എടാ, ഋതികയുടെ ജീവിതത്തിലെ നായകനെ അവനല്ല ദീപകേ, അത് നീയാ. ഞാൻ നായകനൊന്നും അല്ല അമ്മേ, വില്ലനാ. ഋതികയുടെയും പ്രതാപവർമ്മയുടെയും രാജുവിന്റെയും ജീവിതത്തിലെ വില്ലൻ. അല്ല, വേണുട്ടനും രാധമ്മയൊക്കെ എവിടെ? അവര് ഇറങ്ങിയില്ലേ ശേഖരൻ സാറേ? റിസപ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവര് വരുമല്ലോ അല്ലേ? ശരിട്ടാ, അവരിറങ്ങിയിട്ടില്ലെങ്കിലേ അവരെ വിളിക്കാൻ നമുക്കൊരു കാർ അയച്ചാലോ? അതെ, അത് ശരിയാ. ഡ്രൈവർ ബിനു പുറത്തില്ലേ? ആ ബിനു. അല്ല ശേഖരൻ സാറേ, ഡ്രൈവറെ ഒന്നും വിളിക്കണ്ട. വീട്ടിൽ നിന്നാരും റിസപ്ഷൻ ഇവിടേക്ക് വരില്ല. അതെന്താ രാജു? എന്ത് വർത്തമാനമാ രാജു ഈ പറയുന്നേ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ ഇന്ന്? ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു ആഘോഷം പ്ലാൻ ചെയ്തിരിക്കുമ്പോ അതൊക്കെ കാണാൻ രാജുവിന്റെ കുടുംബം ഇവിടെ വേണ്ടതല്ലേ? ശരിട്ടാ, ഞാൻ രാധമ്മയെ വിളിച്ച് സംസാരിക്കാം. ആ, നീ വിളിച്ച് അവരോട് പെട്ടെന്ന് റെഡിയാകാൻ പറ. അത് വേണ്ട യമുന മേഡം. റിസപ്ഷന് വരണ്ടെന്ന് തീരുമാനിച്ച തന്നെ അമ്മയാ. എന്തിന്? അത് നിങ്ങൾ റൂമിലേക്ക് ചെല്ല്. പ്രതാപേട്ടൻ നിങ്ങൾക്ക് റിസപ്ഷൻ ഇടാനായിട്ട് വാങ്ങിച്ച ഡ്രസ്സ് ഞാൻ റൂമിലേക്ക് എത്തിക്കാം. രാജു ഗസ്റ്റ് റൂം എടുത്തു. വേഗം റെഡിയാവണം കേട്ടോ മോളെ. അപ്പോ വാ ചേച്ചി. ശരി രാജു.